ഇത്രയും SCERT ചാപ്റ്റേഴ്സും ചോദ്യങ്ങൾ വന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ നോക്കാത്തവർ വേഗം ഈ ചാപ്റ്റേഴ്സൊക്കെ വായിച്ചോ. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 സ്വതന്ത്ര ഇന്ത്യ. നമസ്കാരം, PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പനി ബോർഡ് AGS എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നു, VFAയുടെ കൺഫർമേഷൻ. അപ്പോൾ എല്ലാം കൂടെ എക്സാമിനേഷനോട് അടുത്തിരിക്കുന്ന സമയമാണ്. അപ്പം എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടൈമിൽ, ശരിയല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ VFAയ്ക്കും കമ്പനി ബോർഡ് എക്സാമിനേഷനും കമ്പനി ബോർഡ് AGSനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒരു റിവിഷൻ ഞാൻ ചെയ്യാൻ പോണേ. റിവിഷൻ എന്ന് പറയുമ്പോൾ PYQs ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ LGSന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ചോദ്യങ്ങൾ, 10 ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ മാക്സിമം പോയിൻറ്റ്സ്, അതായത് റിലേറ്റഡ് ഫാക്ട്സും കൂടെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഈ 10 ക്വസ്റ്റ്യൻസ് എന്ന് സെലക്ട് ചെയ്യുന്നതിൽ കൂടുതലും ഇന്ത്യൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ട ആ ചോദ്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സും കൂടെ നമ്മളൊരു ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ 10 ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു റിവിഷൻ കിട്ടും, അത്രയും ചോദ്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള. അപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് പോലെ ഞാൻ ചോദ്യം പറയുമ്പോൾ, ഓപ്ഷൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് ആൻസർ ഒന്ന് നോട്ട് ചെയ്യാം, എന്നിട്ട് നമ്മൾ ആൻസർ പറയുമ്പോൾ കറക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിലൊരു പ്രയോജനം കിട്ടും. നിങ്ങൾക്ക് ഏത് ഏരിയയിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടും. എവിടെയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടാത്ത, അല്ലെങ്കിൽ എനിക്ക് ഒന്നുകൂടെ പഠിക്കണം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഒപ്പം തന്നെ ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സാണ്, അപ്പോൾ നിങ്ങൾ ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സ് ആണ് നോക്കേണ്ടത് എന്നുള്ള ആ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഈ വീഡിയോയുടെ എൻഡിലായിരിക്കും ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ള SCERT ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ തരാൻ പോകുന്നത്. അപ്പോൾ ആ ലിസ്റ്റും കൂടെ നോക്കിയിട്ട് ആ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, കമ്പനി ബോർഡ് AGS VFAയ്ക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സൊക്കെ, കമ്പനി ബോർഡ് AGSൻ്റെ ക്രാഷ് കോഴ്സും VFAയുടെ കോഴ്സും ഒക്കെ നമ്മുടെ PSC എക്സാം ഗൈഡിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും സമയമുണ്ട് എക്സാമിന് വേണ്ടിയിട്ട് പരമാവധി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രാഷ് കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം PYQസും റിവിഷനും ഒക്കെ അതിനകത്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിവിടെ കോൺടാക്ട് നമ്പർ തന്നേക്കാം. നിങ്ങൾ ഒരു നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ PSC എക്സാം ഗൈഡിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഇയർ LGSൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ചോദ്യങ്ങളിലൂടെ ആ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ ചോദ്യങ്ങൾ റിലേറ്റഡ് ഫാക്ട്സിലൂടെ ആയിരിക്കും ഈ ഒരു ക്ലാസ് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ റെഡിയാണല്ലോ? അപ്പോൾ നമുക്ക് പരമാവധി ചോദ്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങളത് ആൻസർ സ്വയം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഓപ്ഷൻ തരാം. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. ഇല്ല, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഏരിയ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ആൻസർ പറയുമ്പോൾ നിങ്ങൾക്ക് ആ കൂടെയും കേട്ട് പഠിക്കാം. പരമാവധി റിലേറ്റഡ് ഫാക്ട്സും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോണേ. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിനായിട്ട് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാരും. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു ചോദ്യമാണ്, വട്ടമേശ സമ്മേളനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാര്? ഓപ്ഷൻസ് പറയാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ മൈൻഡിൽ വരുന്നുണ്ടോ? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏതെങ്കിലും വ്യക്തികളെ അറിയാമോ? ഇനി ഞാൻ ഓപ്ഷൻ പറയാം. BR അംബേദ്കർ ഓപ്ഷൻ A, ഓപ്ഷൻ B ഗാന്ധിജി, ഓപ്ഷൻ C ദാദാഭായ് നവറോജി, ഓപ്ഷൻ D നെഹ്റു. വീഡിയോ നിങ്ങൾ പോസ് ചെയ്യുക, ആൻസർ ഒന്ന് ഗസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുക, എന്നിട്ട് കറക്റ്റാണോ ചെക്ക് ചെയ്യുക. 3 വട്ടമേശ സമ്മേളനങ്ങൾ 1930, 31, 32 ഈ 3 വർഷങ്ങളിലായിട്ട് ലണ്ടനിൽ വെച്ചിട്ടാണ് നടന്നത്. ഇതിൽ ഗാന്ധിജി ഒരു സമ്മേളനത്തിലേ പങ്കെടുത്തിട്ടുള്ളൂ. 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പോകുന്നത്. 3ലും പങ്കെടുത്തിട്ടുള്ള വ്യക്തി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഈ ആൻസർ ആണോ നിങ്ങൾ ഗസ് ചെയ്തത്? ഇതാണോ നിങ്ങൾ കൊടുത്തത്? ആധുനിക മനു എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഭരണഘടനയുടെ ശില്പിയാണ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ബഹിഷ്കൃത ഹിതകാരിണി സഭ BR അംബേദ്കറുടെ അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനയാണ്. ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി സ്ഥാപിച്ചത് BR അംബേദ്കർ ആണ്. ഓക്കെ, 1932 ഗാന്ധിജിയുമായിട്ട് പൂനെ പാക്റ്റിൽ ഒപ്പുവെച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, അപ്പോൾ 3 വട്ടമേശ സമ്മേളനങ്ങൾ 30, 31, 32 വർഷങ്ങളായിട്ട് നടന്നു. ഇതിൽ 2ാം വട്ടമേശ സമ്മേളനത്തിൻ്റെ പ്രത്യേകത, ഈ ഒരു സമ്മേളനത്തിലാണ് INCനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗാന്ധിജി പങ്കെടുക്കുന്നത്. ഗാന്ധിജി ഇതിൽ പങ്കെടുത്തു. ദാദാഭായ് നവറോജി ആണെങ്കിൽ ഇന്ത്യയിലെ വന്ധ്യവയോധികനാണ്. ചോർച്ച സിദ്ധാന്തം അല്ലെ, ട്രെയിൻ തിയറി അവതരിപ്പിച്ച ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിനെ പറ്റി കൂടുതലും ചോദിച്ചു കാണാറുള്ള ചോദ്യം, നമ്മുടെ പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു ആണ്. പൂർണ്ണ സ്വരാജ് പ്രമേയം 1929 ലാഹോർ സമ്മേളനത്തിൽ നെഹ്റു അധ്യക്ഷനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെതാണ് ഈ പൂർണ്ണ സ്വരാജ് എന്നുള്ള ഒരു പ്രമേയം.
അതുപോലെ ഡിസ്കവറി ഓഫ് ഇന്ത്യ പലവണ PSC ചോദിച്ചിട്ടുണ്ട്. ആരാണ് എഴുതിയിട്ടുള്ളത്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? അമേരിക്ക, സൗത്ത് ആഫ്രിക്ക, ചൈന, ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്ക, ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക. ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം? നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. 22 ഭാഗങ്ങളും അതുപോലെ തന്നെ 8 ഷെഡ്യൂൾസും പിന്നെ ആയിരുന്നു. 72 പാർട്സും 8 ഷെഡ്യൂൾസും ആയിരുന്നു ഭരണഘടന തുടങ്ങുന്ന സമയത്ത്, ഭരണഘടന രൂപീകരിച്ച സമയത്ത് നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 25 ഭാഗങ്ങളുണ്ട്, 12 ഷെഡ്യൂളുണ്ട്. ബൃഹത്തായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്താണ് നമ്മുടെ ഭരണഘടന കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26 അംഗീകരിച്ചു. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളത്. നിലവിൽ ഭരണഘടനയ്ക്ക് 25 ഭാഗങ്ങളും 12 ഷെഡ്യൂൾസ് ആണ് ഉള്ളത്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നത് മറ്റുള്ളത് അമേരിക്ക, സൗത്ത് ആഫ്രിക്ക, ചൈനയൊക്കെയാണ്. അമേരിക്ക ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ്. ഫസ്റ്റത്തെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചാൽ അമേരിക്കയാണ്. ലിഖിത ഭരണഘടനയിൽ ആദ്യത്തത് അമേരിക്കയുടേതാണ്. പക്ഷേ അത് ഏറ്റവും ചെറുതാണ്, ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുമാണ്. ഏറ്റവും ആദ്യത്തെ ലിഖിത, ഇപ്പോൾ ആദ്യം എഴുതിയപ്പോൾ ചെറുതായിട്ട് എഴുതി, അങ്ങനെ ഓർക്കുക. ഏറ്റവും ആദ്യത്തതും അതുപോലെ തന്നെ ലിഖിത ഭരണഘടനയാണ് ഏറ്റവും ചെറുതുമാണ് അമേരിക്കയുടേത്. ഓക്കെ, ഇന്ത്യ എല്ലാ രാജ്യങ്ങളെയും ഭരണഘടനയൊക്കെ പഠിച്ച് തയ്യാറാക്കിയതുകൊണ്ട് ഏറ്റവും ബൃഹത്തായ ഭരണഘടനയാണ് നമ്മുടേത്. അതും ലിഖിത ഭരണഘടനയാണ് നമ്മുടേത്. ഓക്കെ, സൗത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പം നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരു കാര്യം എടുത്തിട്ടുണ്ട്. ഏതാണെന്നറിയാമോ നിങ്ങൾക്ക്? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു കാര്യം ഏതാണെന്ന് പറയാമോ? ഏതാണെന്നറിയാമോ? ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ്. ആർട്ടിക്കിൾ 368 കടമെടുത്തിട്ടുള്ളത്. ബ്രിട്ടൻ്റെ കേസ് പറയുന്നത് ബ്രിട്ടൻ്റെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ബ്രിട്ടൻ്റെ എഴുതപ്പെടാത്ത ഭരണഘടനയാണ്. ഓക്കെ, അടുത്ത ചോദ്യം വരട്ടെ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ്? സമപന്തി ഭോജനം എന്ന് പറയുമ്പം ഓപ്ഷൻസിൻ്റെ അകത്ത് അയ്യങ്കാളിയുണ്ട്, ശ്രീനാരായണ ഗുരുവുണ്ട്, കുമാരനാശനുണ്ട്, വൈകുണ്ഠസ്വാമികളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനിൽ ആൻസർ പറയാൻ പറ്റണം. സമപന്തി ഭോജനം ശ്രീനാരായണ ഗുരുവാണോ, അയ്യങ്കാളിയാണോ, കുമാരനാശാനാണോ, വൈകുണ്ഠസ്വാമികളാണോ? ആരാണ് സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടേതാണ് സമപന്തി ഭോജനം എന്നുള്ളത്. വൈകുണ്ഠസ്വാമികളുടേതാണ് സമപന്തി ഭോജനം. ഓക്കെ, ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ പോരാടാൻ വേണ്ടിയിട്ട് സമപന്തി ഭോജനം മാത്രമല്ല, സമ വെച്ചിട്ട് ഒന്നും കൂടി ഉണ്ട്, സമത്വ സമാജം. അപ്പോൾ സമത്വ സമാജവും സമപന്തി ഭോജനവും സമ 2 വരുന്നത് വൈകുണ്ഠസ്വാമിയാണെന്ന് ഓർക്കുക. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമിയുടെ ആശയമാണ്. താഴ്ന്ന ജാതിക്കാരെയും ഉയർന്ന ജാതിക്കാരെയും കൂടെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു ആശയമാണ് സമപന്തി ഭോജനത്തിലാണ്. വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനായിരുന്നു തൈക്കാട്ടയ്യാവ്. തൈക്കാട്ടയ്യാവിൻ്റെതാണ് പന്തി ഭോജനം. അപ്പോൾ സമ വെട്ടിക്കളഞ്ഞിട്ട് പന്തി ഭോജനം എന്ന് ചോദിച്ചാൽ ഇത് ആരുടെയാണ്? ഇത് തൈക്കാട്ടയ്യാവിൻ്റെതാണ് പന്തി ഭോജനം. ഓക്കെ, ഓപ്ഷനിൽ ഉള്ളത് പിന്നെ അയ്യങ്കാളിയുണ്ട്, ശ്രീനാരായണ ഗുരുവുണ്ട്, കുമാരനാശാനുണ്ട്. കുമാരനാശാൻ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിക്കുന്ന ജോസഫ് മുണ്ടശ്ശേരിയാണ് ആശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ്. SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ്. ഓക്കെ, പിന്നെ ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം, മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊക്കെയുള്ള സന്ദേശം ഗുരുവിൻ്റെതാണ്. ആലുവയിൽ സർവമത സമ്മേളനം സംഘടിപ്പിച്ചു ഗുരു 1924 അല്ലെ, സർവമത സമ്മേളനം. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ 1788. ഇതൊക്കെ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. വൈകുണ്ഠസ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീചഭരണം എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. വെളുത്ത നീചഭരണം എന്ന് വിശേഷിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ അല്ല, അത് ബ്രിട്ടീഷ് ഭരണത്തെ. തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീചഭരണമെന്നുമാണ് നമ്മുടെ വൈകുണ്ഠസ്വാമികളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം കേട്ടോ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ആൻസർ അറിയാമോ? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഓപ്ഷൻസിൻ്റെ അകത്ത് സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ, KM പണിക്കർ, SN ഭട്നഗർ. സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ, KM പണിക്കർ, SN ഭട്നഗർ. നിങ്ങൾ മുഴുവൻ കേൾക്കണം. നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കേണ്ട SCT ചാപ്റ്റേഴ്സൊക്കെ ഞാൻ പറഞ്ഞു തരട്ടോ വീഡിയോയുടെ എൻഡിൽ. ട്രാൻസ്ഫർ പവർ ഇൻ ഇന്ത്യ ആരാണ്? ഇത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ബുക്കാണോ, VP മേനോൻ്റെ ബുക്കാണോ, KM പണിക്കരാണോ, SN ഭട്നഗറാണോ? ആൻസർ കിട്ടിയോ? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നുള്ളത് VP മേനോൻ്റെ ബുക്കാണ്. VP മേനോൻ്റെ ബുക്കാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നുള്ളത്. ഓക്കെ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അതിനു വേണ്ടിയിട്ട് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്നാണ് പ്രവർത്തിച്ചത്.
അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നുള്ള ബുക്കും സ്റ്റോറി ഓഫ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ബുക്കും വി പി മേനോൻ്റെ തന്നെയാണ്. അദ്ദേഹം ഒറീസയുടെ ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. സോ നാട്ടുരാജ്യങ്ങളുടെ പുനഃസംയോജനത്തിന് വേണ്ടിയിട്ട്, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പം പ്രവർത്തിച്ച മലയാളിയാണ് വി പി മേനോൻ. ഒറീസയുടെ ഗവർണറായിട്ടുണ്ട്. ട്രാൻസ്ഫർ പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അദ്ദേഹത്തിൻ്റെ ബുക്സാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹമാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ബിസ്മാർക്ക് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, അതുപോലെ തന്നെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലാണ്. പിന്നെ ഓപ്ഷനിലുള്ളത് പി എൻ പണിക്കർ, കെ എം പണിക്കർ. പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അടുത്തിടെ ആയിരുന്നല്ലോ ജൂൺ 19 വായനാ ദിനം. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പി എൻ പണിക്കർ എന്ന് പറഞ്ഞു. കെ എം പണിക്കർ നമ്മുടെ സർദാർ കെ എം പണിക്കരെയാണ് ഉദ്ദേശിക്കുന്നത്. ചരിത്രകാരനായിരുന്നു, നയതന്ത്രജ്ഞനായിരുന്നു. നമ്മുടെ പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് സർദാർ കെ എം പണിക്കരായിരുന്നു. സംസ്ഥാനങ്ങളെ ഭാഷ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നു, കമ്മീഷൻ. ഫസൽ അലിയുടെ നേതൃത്വത്തിൽ ഫസൽ അലി കമ്മീഷൻ. ഫസൽ അലി, എച്ച് എൻ ഗുൻസു, സർദാർ കെ എം പണിക്കർ, അങ്ങനെ 3 പേര് ചേർന്നിട്ടായിരുന്നു ഇത്. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി എന്ന ചോദ്യത്തിന് ഉത്തരം സർദാർ കെ എം പണിക്കരാണ്. ഫസൽ അലി കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി എന്ന് ചോദിച്ചാൽ സർദാർ കെ എം പണിക്കരാണ്. അപ്പോൾ 3 മലയാളികളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹിസ്റ്ററിയിൽ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഒന്ന് വി പി മേനോൻ, ഒന്ന് സർദാർ കെ എം പണിക്കർ, ഒന്ന് ചേറ്റൂർ ശങ്കരൻ നായർ, സി ശങ്കരൻ നായർ. ഇത് 3 പേരും ആരെങ്കിലും മാറി മാറി വരാറുണ്ട്. അപ്പോൾ അതിൽ സർദാർ കെ എം പണിക്കർ ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളിയാണ്. നമ്മുടെ വി പി മേനോൻ നാട്ട് രാജ്യങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മലയാളിയാണ്. ആൻഡ് സി ശങ്കരൻ നായർ INCയുടെ അമരാവതി സെഷനിൽ അധ്യക്ഷത വഹിച്ച മലയാളിയാണ്. ഓക്കെ, അപ്പം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യ യൂണിയൻ്റെ ഭാഗമാക്കുന്നത് ചോദിക്കുമ്പോൾ വി പി മേനോൻ. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ ചോദിച്ചാൽ സർദാർ കെ എം പണിക്കർ. INCയുടെ അമരാവതി സെഷൻ്റെ അധ്യക്ഷൻ സി ശങ്കരൻ നായർ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ജാലിയൻ വാലാബാഗ് കൂട്ടുകൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ശാശ്വത ഭൂനികുതി നിയമം, വെർണക്ലർ പത്ര നിയമം, ദത്തവകാശ നിരോധന നിയമം, റൗലത്ത് നിയമം. ഏതാണ് നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടുകൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം? ആൻസർ നിങ്ങൾ കൊടുത്തോ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, വെർണക്ലർ പ്രസ് ആക്ട്, ദത്തവകാശ നിരോധന നിയമം, റൗലത്ത് ആക്ട്. ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടുകൊല നടക്കുന്ന 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻ വാലാബാഗിൽ ആളുകൾ കൂടുന്നു. അപ്പോൾ അന്നത്തെ പഞ്ചാബിലെ ഗവർണറായിരുന്ന മൈക്കൽ ഒ ഡയർ അന്ന് അവരെ വെടിവെക്കാൻ വേണ്ടി ഉത്തരവിടുന്നു. ജനറൽ ഡയർ വെടിവെക്കുന്നു. ഒരുപാട് പേര് മരിച്ചുപോയ ഒരു സംഭവം. അത് നടക്കുന്നത് 1919 അതിന് തൊട്ട് മുന്നേ ഒരു സംഭവം നടക്കുന്നു, റൗലത്ത് ആക്ട്, കരി നിയമം. 1919 ബ്രിട്ടീഷുകാർ റൗലത്ത് ആക്ട് കൊണ്ടുവന്നു. ആ നിയമം എന്തായിരുന്നു? വിചാരണ കൂടാതെ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, തടങ്കലിലാക്കാം. അപ്പം അങ്ങനെ വിചാരണ കൂടാതെ, ഇപ്പോൾ ബ്ലാക്ക് ആക്ട് എന്നൊക്കെയായിരുന്നു അതിൻ്റെ പേര്. ഇങ്ങനെ വിചാരണ കൂടാതെ ആളുകൾ അറസ്റ്റ് ചെയ്യാൻ, തടങ്കലിലാക്കാൻ തുടങ്ങി. അപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച 2 പേരാണ് ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ചിലും. ഈ പ്രതിഷേധിച്ചപ്പോൾ ഇവർ ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്തു. അവരുടെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ഒക്കെ പ്രകടിപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ ജാലിയൻ വാലാബാഗിൽ അന്ന് ആളുകൾ കൂടുന്നത്. സൈഫുദ്ദീൻ കിച്ചിലിൻ്റെ, ഡോക്ടർ സത്യപാലിൻ്റെ. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്യാം. റൗലത്ത് ആക്ട്, റൗലത്ത്, ജാലിയൻ, ലാല. 1919 റൗലത്ത് ആക്ട് വരുന്നു, ബ്ലാക്ക് ആക്ട് വരുന്നു, കരിനിയമം വരുന്നു. അതിൻ്റെ പ്രതിഷേധമായിട്ട് സൈഫുദ്ദീൻ കിച്ചിലിനെയും സത്യപാലിനെയും അറസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ പ്രതിഷേധത്തിന് ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ കൂടുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ വെടിവെക്കുന്നു. ഓക്കെ, ഇനി ഇതിനകത്തുള്ള മറ്റു ഓപ്ഷൻസ്. ശാശ്വത ഭൂനികുതി നിയമം എന്താ? അത് 1793 വന്നതാണ്. കോൺവാലിസ് പ്രഭുവാണ് അത് നടപ്പിലാക്കുന്നത്. കോൺവാലിസ് പ്രഭു, പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ് എന്ന് പറയും. ചോദിക്കാറുണ്ട് ഈ വൈസ്രോയിനെ പറ്റി. ഇത് ആരാണ് നടപ്പിലാക്കിയെന്ന്? കോൺവാലിസ് പ്രഭുവാണ്. ജന്മിമാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൊടുക്കുന്ന ഒരു നിയമമാണ് ശാശ്വത ഭൂനികുതി നിയമം എന്ന് പറയുന്നത്. പിന്നെ വെർണക്ലർ പത്ര നിയമം, പ്രാദേശിക ഭാഷകളുടെ മൂടുക. പ്രാദേശിക ഭാഷയിൽ പത്രങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതുന്നതൊക്കെ തടയാൻ വേണ്ടി പ്രാദേശിക ഭാഷ പത്രങ്ങളെ വിലക്കുന്ന രീതിയിൽ ഒരു നിയമം കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? ലിട്ടൺ പ്രഭു കൊണ്ടുവന്നു. ലിട്ടൺ പ്രഭു 1878 ലിട്ട 8 എല്ലാം കണക്ട് ചെയ്യുക. ലിട്ടൺ പ്രഭു 1878 കൊണ്ടുവന്നതാണ് ഏത് നിയമം? നാട്ടുഭാഷ പത്ര നിയമം, വെർണക്ലർ പ്രസ് ആക്ട്. പിന്നെ ഓപ്ഷനുള്ളത് ദത്തവകാശ നിരോധന നിയമമാണ്. അത് നമ്മുടെ ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭുവാണ് കൊണ്ടുവന്നത്. അതായത് സ്വന്തമായിട്ട് ആൺമക്കളില്ലാത്തവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ, ആ രാജ്യം ബ്രിട്ടീഷുകാർ ദത്തെടുക്കുന്ന നിയമമായിരുന്നു ദത്തവകാശ
നിരോധന നിയമം, ഇതൊക്കെയാണ് 1857 വിപ്ലവത്തിന് കാരണം. നമ്മുടെ ചോദ്യം ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമാണ്, അത് റൗലത്ത് ആക്റ്റാണ്. മറ്റതൊക്കെയാണ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മുടെ 1857 വിപ്ലവത്തിന് കാരണം. ഓക്കെ, അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ക്ലാസ്സിന് എൻഡിൽ. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണും. ഞാൻ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എൻഡിൽ നിങ്ങൾ നോക്കേണ്ട SCERT ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ചോദ്യം കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. കുഞ്ചൻ നമ്പ്യാർ, കുമാരനാശൻ, വൈലോപ്പിള്ളി, ശ്രീധരമേനോൻ, വള്ളത്തോൾ നാരായണമേനോൻ. ആരാണ്? കേരള കലാമണ്ഡലത്തിന് ഉപജ്ഞാത എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരാ? വള്ളത്തോൾ നാരായണമേനോനാണ്. അദ്ദേഹത്തിന് ഒപ്പം ഒരു പേരും കൂടെ ഓർക്കണം കേട്ടോ. വള്ളത്തോൾ നാരായണമേനോൻ്റെ കൂടെ ഓർക്കേണ്ടത് മണക്കുളം മുകുന്ദരാജ. വള്ളത്തോൾ നാരായണമേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നിട്ടാണ് കേരളീയ കലകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് 1930 തൃശ്ശൂർ ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. കഥകളി, മോഹിനിയാട്ടവും ഒക്കെ അവർ ആ രണ്ടിൻ്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ കേരള കലാമണ്ഡലം ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെന്ന് കൂടെ ഓർക്കുക. ഓക്കെ, ഇനി 7ാമത്തെ ചോദ്യം, ഗാന്ധിജി ഇന്ത്യയുടെ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ച ആദ്യത്തെ സമരം ഏത്? നിസ്സഹകരണ സമരം, അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം, ഖേദ സമരം, ചമ്പാരൻ സത്യാഗ്രഹം. ചോദ്യം കേൾക്കണം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ച ആദ്യ സമരം, അതായത് ഗാന്ധിജി ലീഡറായിട്ടുള്ള ആദ്യത്തെ സമരം, അത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ ഗാന്ധിജി ലീഡ് ചെയ്ത ആദ്യ സമരം എന്നാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ്, നിസ്സഹകരണം. ഏത് ആൻസർ കൊടുക്കും? നിസ്സഹകരണമാണോ ചമ്പാരനാണോ? നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ചോദ്യം നന്നായിട്ട് വായിച്ചിട്ട് കൊടുക്കുക. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നേതൃത്വം കൊടുത്ത സമരം ചമ്പാരനാണ്. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടിയിട്ട് എന്നാണ് ചമ്പാരൻ സമരം നടക്കുന്നത്? 1917 1917 ചമ്പാരനിലെ നീലം കർഷകർക്ക് വേണ്ടിയിട്ട് ഗാന്ധിജിനെ രാജ്കുമാർ ശുക്ലയാണ് കൊണ്ടുപോകുന്നത്. അവിടെ അവർക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി നടത്തിയ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു നിയമലംഘന സമരം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇതേ വർഷം 1917 അടുത്ത വർഷം 18 അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി അവിടെ പോകുന്നുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അന്ന് ഗാന്ധിജി നിരാഹാര സമരം നടന്നു. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് തുണിമിലെ സമരം. പ്ലേഗ് ബോണസ് കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ആ സമരം നടത്തുന്നുണ്ടായിരുന്നത്. അതും വിജയിച്ചു, 2 വിജയിച്ചു. ചമ്പാരനും വിജയിച്ചു. പിന്നെ 18 തന്നെ ഖേദ സത്യാഗ്രഹം നടന്നു. ഖേദ ഗുജറാത്തിലാണ്. അവിടുത്തെ കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ നോൺ കോപ്പറേഷൻ നിസ്സഹകരണ സമരം എന്ന് പറയാം. അപ്പോൾ ചമ്പാരൻ ആദ്യത്തെ നിയമലംഘന സമരമായിരുന്നു. ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു അഹമ്മദാബാദ് തുണിമില്ല. ആദ്യത്തെ നിസ്സഹകരണ സമരമായിരുന്നു നമ്മുടെ ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം, ഇന്ത്യ ഒട്ടാകെ, മറ്റത് 3 പ്രാദേശികമായിട്ട് ആ ഒരു സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചാണെങ്കിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നടന്ന ആദ്യത്തെ ദേശീയ ബഹുജന പ്രക്ഷോഭമായിരുന്നു നിസ്സഹകരണ സമരം. അത് 1920 നിസ്സഹകരണ സമരം ഉണ്ടായി. ക്വസ്റ്റ്യൻ നമ്പർ 8, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായിട്ട് ബന്ധമില്ലാത്തത് ആര്? ഭഗത് സിംഗ്, രാജ്ഗുരു, ഉദ്ധം സിംഗ്, ചന്ദ്രശേഖർ ആസാദ്. HRA ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ഒരു സംഘടനയുണ്ട്. ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട 3 പേര് ഈ ഗ്രൂപ്പിലുണ്ട്, ഒരാൾ ഇല്ലാത്തതുണ്ട്. ആരൊക്കെയാണ്? ഭഗത് സിംഗ്, രാജ്ഗുരു, ഉദ്ധം സിംഗ്, ചന്ദ്രശേഖർ ആസാദ്. ഇതിൽ ആരാണ്? ഇതിൽ HRA ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ഒരു സംഘടനയുണ്ട്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ഒരു സംഘടനയുണ്ട് കേട്ടോ. HRA പിന്നീട് HSRA ആവുന്നുണ്ട്. അപ്പോൾ HSRA എന്ന് പറഞ്ഞ ഒരു സംഘടന, അതിൻ്റെ പ്രധാന നേതൃത്വനിരയിൽ ഉണ്ടായിരുന്ന ആളല്ലാത്തത് ഈ കൂട്ടത്തിൽ ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗ്, ഭഗത് സിംഗും രാജ്ഗുരുവും ചന്ദ്രശേഖർ ആസാദ് ഇവർ 3 പേരും ഈ സംഘടനയുടെ അംഗങ്ങളായിരുന്നു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷന്റെ സജീവ പ്രവർത്തകരായിരുന്നു ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും രാജ്ഗുരുവും. ഓക്കെ, ഉദ്ധം സിംഗ് ആരാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് വെടിവെക്കാൻ വേണ്ടി ഓർഡർ കൊടുത്ത പഞ്ചാബ് ഗവർണറായ മൈക്കിൾ ഡയറിനെ പിന്നീട് വെടിവെച്ചു കൊന്നു നമ്മുടെ ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞ വിപ്ലവകാരി. 1940 മൈക്കിൾ ഡയറിനെ വെടിവെച്ചു കൊന്നതാണ് ഉദ്ധം സിംഗ്. മറ്റൊരു 3 പേര് ഭഗത് സിംഗ്, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദും ഒക്കെ HSRAയുടെ നേതാക്കന്മാരിൽ പെട്ടവരാണ് കേട്ടോ. HRA എന്ന് പറഞ്ഞ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 1924 ഒരു സംഘടന രൂപീകരിച്ചു. പിന്നെ 28 ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ടിലെ മൈതാനത്തിൽ വെച്ചിട്ട് ഈ സംഘടന HRA HSRA എന്നുള്ള പേര് കൊടുക്കുകയായിരുന്നു. അത് പുനർനാമകരണം ചെയ്യുമായിരുന്നു. 24 HRA വന്നു, 28 HSRA വരുന്നത്. ഓക്കെ, 9ാമത്തെ ചോദ്യം, പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് 1986, 84, 48, 68. അപ്പോൾ വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയത്തെ പറ്റിയിട്ടാണ് ഈ ചോദ്യം.
ഇതിനകത്ത് പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് വന്നിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം ഏത് വർഷമാണ്? റൈറ്റ് ആൻസർ 1986 86 അന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുകയാണ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ നയം വരുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ നവോദയ വിദ്യാലയങ്ങളൊക്കെ വരുന്നത് ഈ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് 1986 86 68 വേറൊരു ഓപ്ഷനാണ്, 86 തിരിച്ചിട്ടുള്ളത്. 68 ഇതിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം വരുന്നത്. അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഒരു വിദ്യാഭ്യാസ നയം വന്നത്. ഓക്കെ, 1968 48 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 48 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്നതാണ്. UGC യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, UEC എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്നത് 48. ഓക്കെ, 2020 ഏറ്റവും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം 1986 ആണ്. 10ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായിട്ട് ബന്ധമില്ലാത്തത് ആർക്ക്? ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാധാകൃഷ്ണൻ, ഡോക്ടർ BR അംബേദ്കർ, സച്ചിദാനന്ദ സിൻഹ. ഭരണഘടന നിർമ്മാണവുമായിട്ട് ബന്ധമില്ലാത്തതാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാധാകൃഷ്ണൻ, ഡോക്ടർ BR അംബേദ്കർ, സച്ചിദാനന്ദ സിൻഹ. സച്ചിൻ സിൻഹ ആരാണ്? ഭരണ നിർമ്മാണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് സച്ചിദാനന്ദ സിൻഹ അല്ലേ. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടന ശില്പിയാണ്. ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ പ്രിയാമ്പിളിൻ്റെയൊക്കെ ഉപജ്ഞാതാവ്. ഇതിൽ റിലേഷൻ ഡയറക്റ്റ് ഇല്ലാത്ത ഡോക്ടർ രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹം ഭരണഘടന നിർമ്മാണ സഭയിൽ നേതൃത്വ പദവിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി 3 പേർക്കും നല്ല റോൾ ഉണ്ടായിരുന്നു അല്ലേ. 1946 ആദ്യത്തെ മീറ്റിംഗ്, ഭരണഘടന നിർമ്മാണ സഭയുടെ മീറ്റിംഗ് വരുന്നത്. ഡിസംബർ 6 സെറ്റപ്പ് ചെയ്യുന്നു. ഡിസംബർ 9 ഫസ്റ്റ് മീറ്റിങ്ങിനാണ് മുതിർന്ന അംഗമായ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അധ്യക്ഷനാകുന്നത്. 1946 ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനാകുന്നു. ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫാക്ട്സുമാണ് നമ്മൾ പറഞ്ഞത്. കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ചോദ്യങ്ങളാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങൾ വരുന്നു. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൂടിയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട SCT ചാപ്റ്റേഴ്സ് ഏതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് പഠിക്കാത്തവർ എത്രയും പെട്ടെന്ന് ആ ചാപ്റ്റേഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ SCT ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ കമ്പനി ബോർഡ് ഏജീസിനായിട്ട് PSC എക്സാം ഗൈഡിൻ്റെ ആപ്പിൽ ഒരു ക്രാഷ് കോഴ്സ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം. 799 രൂപയാണ് എൻ്റെ ഫീസ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സിലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പരമാവധി PVQs ഞാൻ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് സയൻസ്, സോഷ്യൽ, മാത്സ് ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട് PYQs തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. സബ്ജക്റ്റ് വൈസ് നമ്മൾ റിവിഷനല്ല, അതിൽ ക്ലാസ്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് മാക്സിമം പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ക്ലാസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കമ്പനി ബോർഡ് AGSൻ്റെ ക്രാഷ് കോഴ്സ് എന്നാണ് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും BFAക്കും ഓൾമോസ്റ്റ് സെയിം ആണ്. എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. 799 ഉള്ളൂ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ PSC എക്സാം ഗൈഡിൻ്റെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നേരിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ SCT ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം. ഇത് നോട്ട് ചെയ്തോ, എന്നിട്ട് ഈ ചാപ്റ്റേഴ്സ് പഠിച്ചോ. ഈ ചാപ്റ്റേഴ്സിന് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുന്നേ പറഞ്ഞ നമ്മുടെ ആപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് നോട്ട്സൊക്കെ ഞാൻ വാട്സാപ്പിൽ PDF ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ഇയേഴ്സ് ഇതിൽ കടന്നുപോയി, കുറച്ച് വൈസ്രോയിമാരുടെ പേര് കടന്നുപോയി, കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കൊരു ടൈം ലൈൻ ആക്കിയല്ലോ നമ്മൾ പഠിച്ച ഇയേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നോടൊന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നമ്മൾ 1700 എന്തെങ്കിലും പറഞ്ഞു, 793 എന്താ പറഞ്ഞത്? ശാശ്വത ഭൂനിധി വ്യവസ്ഥ. ആരെ പറ്റിയാണ്? വൈസ്രോയി കോൺവാലിസ് പ്രഭു. അപ്പോൾ ഇത് ഒരു വർഷം, ഒരു വൈസ്രോയുടെ പേര് അല്ലേ. പിന്നെ 1878 ലിട്ടൺ പ്രഭുവിനെ പറ്റി നമ്മൾ നാട്ടുഭാഷ പത്രനിയമവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. 1857 വിപ്ലവം എല്ലാവർക്കും അറിയാം. 1919 റൗലത്ത് ആക്ട്, അതുപോലെ തന്നെ നമ്മുടെ ജാലിയൻ വാലാബാഗ്. 1917 നമ്മുടെ ഗാന്ധിജിയുടെ ചമ്പാരൻ. അതുപോലെ 18 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും, അതുപോലെ തന്നെ ഖേദ സത്യാഗ്രഹം. 1920 ഗാന്ധിജിയുടെ നിസ്സഹരണ പ്രസ്ഥാനം നടക്കുന്നത്. 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഫോം ചെയ്യുന്നത്. 28 അത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് HSRA ആകുന്നത്. 30, 31, 32 വർഷങ്ങളിലായിട്ടാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത്. 1940 ഉദ്ധം സിംഗ് ജനഡയറിനെ വെടിവെച്ചത്. 1930 തന്നെയാണ് വള്ളത്തോൾ നാരായണ മേനോൻ കേരള കലാമണ്ഡലം രൂപീകരിച്ചത്. 1940
6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. വേറെ ഏതെങ്കിലും വർഷം പറഞ്ഞു. ഇത്രയും വർഷങ്ങളൊക്കെ നമ്മൾ ഈ ഒരു 10 ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയതാണ് അല്ലേ. അതുപോലെ സമത്വ സമാജം വൈകുണ്ഠസ്വാമി അത് പറഞ്ഞു. വൈകുണ്ഠസ്വാമി, സമവന്തി ഭോജനം വൈകുണ്ഠസ്വാമി, സർവമത സമ്മേളനം ആലുവര ശ്രീനാരായണ ഗുരു, ദെൻ പന്തിഭോജനം തൈക്കട്ടയ്യാവ്, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ്റെയാണ് കേട്ടോ. അതുപോലെ പ്രീതി ഭോജനം വാഗ്ബിടാനത്തിൻ്റെയാണ്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ, പ്രീതി ഭോജനം വാഗ്ബിടാൻ്റെ. ഇതെല്ലാം നമ്മൾ ഈ ഒരു ഇത്രയും ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷനാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. യൂസ്ഫുൾ ആയി എന്നാൽ മാത്രമേ ഫർദർ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തോന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യണം. യൂസ്ഫുൾ ആണ്. അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കമൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അത് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ പ്രധാനപ്പെട്ട ഹിസ്റ്ററി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സിൻ്റെ ഞാനിവിടെ ലിസ്റ്റ് തരാം, നോട്ട് ചെയ്തു കേട്ടോ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള SCERT ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റാണ്. സോഷ്യൽ സയൻസ് പാർട്ട് 2 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഈ ചാപ്റ്ററിൽ നിന്നുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ ചാപ്റ്റർ 7 സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം, ഈ ഒരു ചാപ്റ്റർ. പിന്നെ 10ാം ക്ലാസ്സിൽ ചാപ്റ്റർ 6 സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ബഹുജന മുന്നേറ്റം എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ബഹുജന മുന്നേറ്റം. 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും. ഇതിൽ നിന്നും ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കേരള ഹിസ്റ്ററിയുടെ ചോദ്യം വന്നിട്ടുള്ളത് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് 7ാം ക്ലാസ്സിൽ ചാപ്റ്റർ 4. ഓക്കെ, അപ്പോൾ ഇത്രയും SCERT ചാപ്റ്റേഴ്സിന് ചോദ്യങ്ങൾ വന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ നോക്കാത്തവർ വേഗം ഈ ചാപ്റ്റേഴ്സൊക്കെ വായിച്ചോ. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം, 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ബഹുജന മുന്നേറ്റം, 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നുള്ള കേരള ഹിസ്റ്ററി ചാപ്റ്റർ 4 7ാം ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്തു നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്ന SCERT ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. യൂസ്ഫുൾ ആയി തോന്നുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇത് കാണുന്നവരേക്കും